വെൽക്കം ടു വി ഹാൻഡ്സ് റെസിപ്പീസ്. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് മീനില്ലാത്ത ഒരു മീൻ കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാം, എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടോഫു ആണ്. ടോഫുവിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ലൈം ജ്യൂസാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് നമ്മൾ നമ്മുടെ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ചെറിയ സോൾട്ടി ടേസ്റ്റ് ഉള്ളതിനാൽ ഞാനിവിടെ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലതായിട്ട് കോട്ട് ചെയ്ത് കിട്ടാനായിട്ട് ഇത്തിരി ഓയിലൊന്ന് ഡ്രിസിൽ ചെയ്യുന്നു. എന്നിട്ട് ഇത് നല്ലതായിട്ട് അതിലേക്ക് തിരുമ്മി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പ്യൂർ വെജ് വേർഷൻ ആയതിനാലാണ് ടോഫ് ചൂസ് ചെയ്തത്. അല്ലാത്ത പക്ഷം പനീർ വെച്ചും ചെയ്യാം കേട്ടോ. അത് വളരെയേറെ ടേസ്റ്റാണ് ഇതിനെക്കാട്ടിലും കൂടുതൽ. അപ്പം നമ്മുടെ ടോഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കറിക്കായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പം മൺചട്ടിയിലാണിത് ചെയ്യുന്നത്. കരിയും കുടംപുളി ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചട്ടി ചൂടായി വന്നതിലേക്ക് നമ്മൾ കടുകാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് ഇത്തിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. സാധാരണ മീൻകറിയിൽ ചേർക്കുന്ന അത്രയും ചേർക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ വറ്റൽമുളക്, പിന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ സവോളയാണ് ചേർത്ത് കൊടുത്തത്. സവോള ചേർക്കാൻ ഇഷ്ടമല്ല എങ്കിൽ കൊച്ചുള്ളി ചേർക്കുകയാണോ, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയൊന്നുമില്ലാത്ത ടൊമാറ്റോ ആണിത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതോടൊപ്പം ഏകദേശം 1 ടേബിൾ സ്പൂൺ. അതോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടി. അതും ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇതിനകത്ത് നല്ലതായിട്ട് ഒന്ന് മസാല മൂത്ത് വരണം. അപ്പം നമ്മൾ തീയുടെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിടുക. കാര്യം നമ്മൾ ചെയ്യുന്നത് മൺചട്ടിയിലാണല്ലോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു. ഒത്തിരി വെള്ളം ചേർക്കാൻ പാടില്ല, കാര്യം ഇത് പെട്ടെന്ന് ഓൾറെഡി വെന്തിരിക്കുന്നതാണ് ടോഫു. അപ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 1-1.5 ഗ്ലാസ്, അതിൽ കൂടുതൽ ഒട്ടും തന്നെ പാടില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 കഷ്ണം മതി കേട്ടോ നമ്മുടെ കുടംപുളി, അത് ചേർത്ത് കൊടുത്തു. ഇനി അത് ഇച്ചിരി നേരം ഒന്ന് കുറുകി വരണം ചാറ്. ആ സമയത്ത് നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് സെറ്റായി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടോഫു ആഡ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും ഒരു 2-3 മിനിറ്റ്സ് കൂടെ നമ്മൾ ഇത് നല്ല ലിഡ് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കറി ലീവ്സും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണേലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് സാധിക്കും. ഞാൻ പനീർ വെച്ചും ട്രൈ ചെയ്തിട്ടുണ്ട്, അതും വളരെയേറെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വി ഹാൻഡ്സ്.